ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ല, അവൾ ചെയ്യാറില്ല, ഞാൻ ചെയ്യാറില്ല, ഞാനത് ചെയ്യാറുണ്ട്, അവനത് ചെയ്യാറുണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഏതൊക്കെ വേർഡുകളാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് നമ്മളെ ഗ്രാമർ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ മലയാള സെന്റൻസുകളിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്, ഞാൻ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാറില്ല. നമ്മൾ ഈ ഒരു സെന്റൻസ് മലയാളത്തിൽ പറയാറുണ്ടല്ലോ, ഞാൻ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാറില്ല. ഇവിടെ സബ്ജക്റ്റ് ഞാനാണ്. ഉണ്ടാക്കാറില്ല, ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഉണ്ടാക്കാറില്ല, അവൾ ഉണ്ടാക്കാറില്ല, ഇങ്ങനെ പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡോണ്ടും ഡസിൻറ്റും. ഡോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയും ഡസിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും. അപ്പോൾ ഞാൻ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാറില്ല, ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇവിടെ നമ്മൾ എങ്ങനെ പറയേണ്ടത്? ഞാനാണ് സബ്ജക്റ്റ്, ഐ നമ്മളെപ്പോഴും പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഐ ഡോണ്ട് കുക്ക് ഇൻ ദ മോർണിംഗ്. ഐ ഡോണ്ട് കുക്ക്, ഞാൻ കുക്ക് ചെയ്യാറില്ല ഇൻ ദ മോർണിംഗ്, രാവിലെ. ഓക്കെ, നെക്സ്റ്റ്, അവൾ സ്കൂളിൽ പോകുമ്പോൾ എന്നെ സഹായിക്കാറില്ല. അവൾ സ്കൂളിൽ പോകുമ്പോൾ എന്നെ സഹായിക്കാറില്ല. ഇതെങ്ങനെ പറയാ? ഇവിടെ സബ്ജക്റ്റ് അവളാണ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പം എങ്ങനെ പറയും? ഷീ ഡസൻറ്റ് ഹെൽപ്പ് മീ വെൻ ഷീ ഗോസ് ടു സ്കൂൾ. ഷീ ഡസൻറ്റ് ഹെൽപ്പ് മീ, അവൾ എന്നെ സഹായിക്കാറില്ല വെൻ ഷീ ഗോസ് ടു സ്കൂൾ, സ്കൂളിൽ പോകുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ, അവൾ വീട്ടിലുണ്ടാകുമ്പോൾ എല്ലാ ജോലിയും ചെയ്യാറുണ്ട്. അല്ലേ, അവൾ വീട്ടിലുണ്ടാകുമ്പോൾ എല്ലാ ജോലിയും ചെയ്യാറുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? ചെയ്യാറുണ്ട് എന്നാണ്. അതായത് നെഗറ്റീവ് അല്ല, സബ്ജക്റ്റ് അവൾ എന്ന് തന്നെയാണ്. അപ്പം ഷീ ഡസ് ഓൾ ദ വർക്ക് വെൻ ഷീ ഈസ് അറ്റ് ഹോം. ഷീ ഡസ് ഓൾ ദ വർക്ക്, എല്ലാ ജോലിയും ചെയ്യാറുണ്ട്. എപ്പോ? വെൻ ഷീ ഈസ് അറ്റ് ഹോം, വീട്ടിലുള്ളപ്പോൾ. ഓക്കെ, നെക്സ്റ്റ്, അവർ ഫുട്ബോൾ കളിക്കാറില്ല, ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? അവർ എന്ന പ്ലൂറൽ സബ്ജക്റ്റ് ആണല്ലേ. അവർ ഫുട്ബോൾ കളിക്കാറില്ല, ക്രിക്കറ്റ് കളിക്കാറുണ്ട്. രണ്ട് സെൻറ്റൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഇല്ല എന്നുമാണ്, ഒന്ന് ഉണ്ട് എന്നുമാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ഫുട്ബോൾ കളിക്കാറില്ല എന്നാണ്. അപ്പം ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിക്കാറില്ല. ദേ പ്ലേ ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ക്ലിയർ? നെക്സ്റ്റ് നോക്കൂ, ഞാൻ അവൻ്റെ കാര്യം അന്വേഷിക്കാറില്ല. ഞാൻ അവൻ്റെ കാര്യം അന്വേഷിക്കാറില്ല. ഇതെങ്ങനെ പറയാ? ഞാനാണ് ഇവിടെ സബ്ജക്റ്റ് അല്ലേ. ഐ ഡോണ്ട് ഇൻക്വയർ അബൌട്ട് ഹിം. ഇൻക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അന്വേഷിക്കുക എന്നാണ്. സോ ഐ ഡോണ്ട് ഇൻക്വയർ അബൌട്ട് ഹിം, ഞാൻ അവൻ്റെ കാര്യം അന്വേഷിക്കാറില്ല. നെക്സ്റ്റ്, ഒരു നെയിം വെച്ചിട്ട് എങ്ങനെ പറയാം എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, റാഷിദ് രാത്രി പുസ്തകങ്ങൾ വായിക്കാറില്ല. റാഷിദ് രാത്രി പുസ്തകങ്ങൾ വായിക്കാറില്ല. ഇതെങ്ങനെ പറയാ? റാഷിദ് എന്ന് പറയുമ്പം ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണല്ലേ, ഒരു നെയിമാണ്. അപ്പം റാഷിദ് ഡസിൻറ്റ് റീഡ് ബുക്സ് അറ്റ് നൈറ്റ്. റാഷിദ് ഡസിൻറ്റ് റീഡ് ബുക്സ് അറ്റ് നൈറ്റ്. റാഷിദ് രാത്രി പുസ്തകങ്ങൾ വായിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നെഗറ്റീവ് സെൻറ്റൻസുകളാണ് കൂടുതലും. ഇനി ഇതിന് നമുക്ക് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡോണ്ട് എന്നുള്ളത് ഡു എന്നും ഡസിൻറ്റ് എന്നുള്ളത് ഡസ് എന്നും ആക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.